സംസ്ഥാനത്ത് മാലിന്യ സംസ്കരണ മുന്നേറ്റമുണ്ടായിട്ടും നിയമലംഘനങ്ങൾ കുറയുന്നില്ല. കഴിഞ്ഞ വർഷത്തേക്കാൾ പരിശോധനകളും പിഴയും കൂടിയെങ്കിലും മാലിന്യം വലിച്ചെറിയുന്ന സ്വഭാവത്തിലും മാറ്റമില്ല. ഇതോടെ മഴക്കാലപൂർവ്വ ശുചീകരണവും താളം തെറ്റി. സംസ്ഥാനത്ത് മാലിന്യ സംസ്കരണത്തിൽ വൻ മുന്നേറ്റം സാധ്യമായെങ്കിലും നിയമലംഘനങ്ങൾ കുറയുന്നില്ല. മുൻ വർഷങ്ങളെക്കാൾ പരിശോധനകളും പിഴയും കൂടിയെങ്കിലും മാലിന്യം വലിച്ചെറിയുന്ന പൊതു സ്വഭാവത്തിൽ നിന്നും പൊതുജനത്തിന് മാറ്റമില്ല. 2023 മാർച്ച് വരെ 2.9 ലക്ഷം രൂപയാണ് പിഴ ചുമത്തിയിരുന്നത് എങ്കിൽ 2024 ഇത് 4.5 കോടിയായി ഉയർന്നു. ഇതിനകം 1.16 കോടി ഈടാക്കിയും കഴിഞ്ഞു. പരിശോധനകളുടെ എണ്ണം 1136 നിന്നും 36,450 ഉയർന്നു. 816 സ്ഥലത്ത് മാത്രമാണ് തദ്ദേശ സ്ഥാപനങ്ങൾ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത്. മാലിന്യമുക്ത സംസ്ഥാനം എന്ന ലക്ഷ്യത്തിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംസ്കരണ പദ്ധതികളുടെ എണ്ണവും കൂട്ടി. 2023 12,756 കരമാലിന്യ സംസ്കരണ പദ്ധതികളാണ് ഉണ്ടായിരുന്നത് എങ്കിൽ ഇന്നിത് 15,769 പദ്ധതികളായി മാറി. പദ്ധതി തുകയാകട്ടെ 924.8 കോടിയിൽ നിന്നും 1,591.53 കോടിയായും ഉയർത്തി. വീടുകളിലെത്തി മാലിന്യം ശേഖരിക്കുന്ന ഹരിതകർമ്മ സേനയോടുള്ള സമീപനത്തിലും പൊതുമാറ്റം വന്നു. യൂസർ ഫീസ് നൽകുന്നവർ 34.90% നിന്നും 68% മാറി. വാതിൽപ്പടി ശേഖരണം 87%, പ്രതിമാസം 5,000 രൂപയ്ക്ക് മേൽ വരുമാനമുള്ള സേനാ അംഗങ്ങളുടെ എണ്ണം 18,109 നിന്നും 29,763 10,000 മുകളിൽ ശമ്പളമുള്ളവർ 6,758 നിന്നും 15,058 ഉയർന്നു. എന്നാൽ ചെറുകിട സംഭരണ കേന്ദ്രങ്ങൾ അഥവാ MCFകൾ ഉൾക്കൊള്ളാവുന്നതിലും മാലിന്യ കൂമ്പാരത്താൽ വീർപ്പുമുട്ടുകയാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും ക്ലീൻ കേരളയുടെയും ശുചിത്വ മിഷന്റെയും നിർദ്ദേശങ്ങൾ വകവയ്ക്കാതെ പൊതുസ്ഥലത്ത് പോലും ഇവ സംഭരിക്കുകയാണ്. ഇതോടുകൂടി മഴക്കാലപൂർവ്വ ശുചീകരണ പദ്ധതിയും താളം തെറ്റി. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.